ആഷികേട്ട വെള്ളാപ്പള്ളിക്കൊക്കെ ആരാ പത്മഭൂഷൺ കൊടുത്തേ? പത്മഭൂഷണൊക്കെ ഇപ്പൊ ഇത്ര വലിയ കോമഡി ആയാ? ഏകദേശം കോമഡിയായ അവസ്ഥയാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പത്മ അവാർഡൊക്കെ ഇത് ആര് പോയി വാങ്ങിക്കാനാണ്, ഇനി എനിക്ക് അഥവാ കിട്ടിയാൽ തന്നെ എൻ്റെ പട്ടി പോവും അത് വാങ്ങിക്കാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പട്ടിയല്ല, അദ്ദേഹം തന്നെ നേരിട്ട് പോയി ഡൽഹി ചെന്ന് വാങ്ങിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഉയർന്നു വരുന്ന വിമർശനങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കുന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത്, എനിക്ക് അമിത്ഷാ തന്ന ഒരു കത്ത്, അല്ലെങ്കിൽ അമിത്ഷാ എനിക്ക് തന്ന നിർദ്ദേശമാണ് ഈ ഒരു പത്മ പുരസ്കാരം എനിക്ക് തന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നത്. കാരണം അമിത്ഷാ അദ്ദേഹത്തെ വിളിച്ചു പോലും ഈ ഒരു പത്മ പുരസ്കാരം വന്ന് സ്വീകരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ഫീലാകും പോലും, കേന്ദ്ര ഗവൺമെന്റിന് ഫീലാകും ഈ ഒരു പത്മഭൂഷൺ അവാർഡ് വെള്ളാപ്പള്ളി വാങ്ങിച്ചില്ലെങ്കിൽ. അങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് വരുന്നത്. ഒരു സമുദായത്തിന്റെ ഉന്നമനത്തിനായി ആ ഒരു സമുദായത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ട ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു പൊളിറ്റിക്കൽ വേസ്റ്റ് എന്ന് വേണമെങ്കിൽ വെള്ളാപ്പള്ളിയുടെ പറയാം. ഞാനിത് പറയുമ്പോൾ കൂട്ടിച്ചേർക്കട്ടെ, പുള്ളി SNDP-യുടെ തലപ്പത്താണ്. അതായത് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് എന്താണ്? ഒരു ജാതി ഒരു മതം. അതാണോ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡ്? ഈ ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് മാത്രമല്ല, ആ ഒരു മദ്യം വിൽക്കരുത്, അത് ഉണ്ടാക്കരുത്, അതിൽ നിന്ന് ലാഭം വാങ്ങിക്കരുത്. പക്ഷെ ഇതെല്ലാം ഈ ഒരു വെള്ളാപ്പള്ളിയെ നേരെ തിരിച്ചു. ഒരു ജാതി നമുക്ക്, ഒരു ജാതി അവർക്ക്, ഒരു ജാതി ഇവർക്ക്, നമ്മുടെ ദൈവം നമുക്ക്, അവരുടെ ദൈവം അവർക്ക്, ഇവരുടെ ദൈവം ഇവർക്ക്, അങ്ങനെയാണ്. അതെ അതെ അതെ. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ഓരോ ബാറുകളുടെയും ഒരു ഉടമസ്ഥയിലേക്കുള്ള ഒരു വര വരച്ച് അല്ലെങ്കിൽ ഒരു നൂല് കെട്ടി നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും അവസാനം ചെന്ന് പെടുന്നത് വെള്ളാപ്പള്ളിയുടെ ആയിരിക്കും. വെള്ളാപ്പള്ളിയുടെ പല ബിനാമികളുടെയും ഉടമസ്ഥതയിലാണ് കേരളത്തിലെ പ്രമുഖ സ്റ്റാർ ഹോട്ടൽ ആൻഡ് ബാറുകൾ. അപ്പോൾ ഈ ബാർ വ്യവസായത്തിലൂടെ ഏറ്റവും കൂടുതൽ കോടികൾ വാരിയ, അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസിലൂടെയും കോടികൾ അട്ടിമറിച്ച ഒരു ബിസിനസ്സുകാരൻ, അല്ലെ അതൊരു സമുദായ നേതാവോ അല്ലെങ്കിൽ സമുന്നത ആചാര്യനോ അല്ല, അദ്ദേഹം ഒരു ബിസിനസ് മാൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ ഒരു കച്ചവടക്കാരൻ എന്ന നിലയിലാണ് വെള്ളാപ്പള്ളി നടേശനെ ആ ഒരു കാണേണ്ടത്. ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു ട്രസ്റ്റിന്റെ മറവിൽ പലതരത്തിലുള്ള ഫണ്ട് തട്ടിപ്പുകൾ, ദുർവിനിയോഗം ചെയ്യൽ, അങ്ങനെ പലതും നടത്തിയിട്ടുണ്ടല്ലേ അദ്ദേഹം. ഫണ്ട് തട്ടിപ്പ് മാത്രമല്ല, ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്, അത് മാത്രമല്ല ആ ഒരു ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് SNDP-യിൽ തന്നെ ഉണ്ടായിരുന്ന KK മഹേശൻ എന്ന വ്യക്തിയുടെ ആത്മഹത്യയ്ക്ക് ഏറ്റവും വലിയ മൂലകാരണമാണ് വെള്ളാപ്പള്ളി നടേശൻ. ഈ KK മഹേശൻ്റെ 32 പേജുള്ള ആത്മഹത്യയിൽ പറയുന്നുണ്ട്, ഈ വെള്ളാപ്പള്ളി നടേശന് കേരളത്തിലെ ഗുണ്ടാ സംഘങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം, അദ്ദേഹത്തിന് മാത്രമായിട്ട് സ്വന്തമായിട്ടുള്ള ഒരു ഗുണ്ടാ സംഘമുണ്ട്. ആ ഒരു ഗുണ്ടാ സംഘത്തെ ഉപയോഗിച്ച് അദ്ദേഹത്തെ എതിർക്കുന്ന, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ എതിർക്കുന്ന ആൾക്കാരെ ഇല്ലാതാക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ വെള്ളാപ്പള്ളി നടേശൻ ചൂടാവുമ്പോൾ ഈ എതിരെ നിൽക്കുന്ന ആളുടെ മുഖത്തടിക്കുകയും ഈ കണ്ണു പൊട്ടുന്ന ചീത്ത വിളിക്കുകയും, അല്ലെങ്കിൽ അതിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഈ KK മഹേശൻ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. KK മഹേശന്റെ ഭാര്യയും ഇതിനെ തന്നെ സാധൂകരിക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തൽ പലതവണ നടത്തിയിട്ടുണ്ട്. അത് കേരളം മുഴുവൻ കേട്ടിട്ടുമുണ്ട്. എന്നിട്ടും ഇതുപോലൊരു പൊളിറ്റിക്കൽ ക്രിമിനൽ, അല്ലെങ്കിൽ ഈ ഒരു SNDP എന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ടതല്ല, ചെയ്യേണ്ടതിനെല്ലാം നേർ വിപരീതമായിട്ടാണ് വെള്ളാപ്പള്ളിയുടെ ആ ചെയ്തികൾ അത്രയും. അപ്പോൾ ഇത്തരം ഒരു ട്രസ്റ്റിന്റെ, അല്ലെങ്കിൽ ഒരു ശ്രീനാരായണ ഗുരുവിന്റെ പേരും പറഞ്ഞ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? അതെ, തീർച്ചയായും. ഒരു വോട്ട് ബാങ്ക് ഈ ഒരു വെള്ളാപ്പള്ളി നടേശന്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ രണ്ട് കയ്യിലും താങ്ങിയെടുത്ത് ഒരു കൊച്ചുകുട്ടിയെ പോലെ പരിലാളിക്കുന്ന രീതിയിൽ കൊണ്ടു നടന്നത്. അദ്ദേഹത്തിന്റെ കാറിൽ ഈ പാർട്ടി പ്രവർത്തകർക്കോ ഒരു ഉദ്യോഗസ്ഥർക്കോ കയറാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നത് ജ്യോതിയൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. ആ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ വന്നപ്പോൾ കേരള സ്റ്റേറ്റ് നമ്പർ 1 കാറിൽ പിണറായി വിജയനൊപ്പം അടുത്ത സീറ്റിൽ വെള്ളാപ്പള്ളി നടേശനും ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ വരുന്നു, ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസാരിക്കുന്നു, പിണറായി സ്തുതിയാണ് ചൊല്ലുന്നത്. പിണറായി സ്തുതി ചൊല്ലി അവസാനം പിണറായി ഒരു അയ്യപ്പ ഭക്തനാക്കി വെച്ചു. അവസാനം അവസാനം പിണറായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാക്കി. കേരള മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ച ഒരു സാമൂഹ്യ ആചാര്യനാണ് വെള്ളാപ്പള്ളി. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ LDF സർക്കാരുമായിട്ട്
തരത്തിലുള്ള ഡീലോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ഈ SNDPയുമായിട്ട് ബന്ധപ്പെട്ട പല യൂണിയനുകളിലും ഇദ്ദേഹം ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതായത് LDF സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും CPM സ്ഥാനാർത്ഥികളെ കൂടുതൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട വോട്ടുകളും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള പിന്തുണകളും ഒരു SNDP യൂണിയനുകളിലും നൽകണം എന്ന രീതിയിൽ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ SNDPയെ കുറേ കാലം കൊണ്ടു നടന്ന് തുലച്ച, അല്ലെങ്കിൽ ആ ഒരു SNDP എന്ന സംഘടനയുടെ പവിത്രത നശിപ്പിച്ച ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന ഒരാളുടെ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയുടെ വാക്ക് കേൾക്കാത്തത് കൊണ്ടാണ് ഇതുപോലെ ഒരു പടുപരാജയം CPMന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇപ്പോൾ കോട്ടയത്ത് ഏറ്റുമാനൂരിൽ VN വാസവന് വേണ്ടി ഇതുപോലെ SNDP യോഗങ്ങളിലെല്ലാം അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് നിർദ്ദേശം നൽകിയെങ്കിലും അവിടെ അദ്ദേഹത്തിന് പടുപരാജയമാണ് സംഭവിച്ചത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും SNDP എത്രത്തോളം വില നൽകുന്നുണ്ട് ഈ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്. അതുമാത്രമല്ല, ഇപ്പോൾ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഒരു അംഗമായ അശോകൻ ചെരുവിൽ പറഞ്ഞിട്ടുണ്ട്, ഈഴവർ പോലും വെറുക്കുന്ന ഒരു വ്യക്തിയായി മാറി ഈ വെള്ളാപ്പള്ളി നടേശൻ. അത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല, ഈ SNDPയുടെ അംഗമായ ഓരോ ആൾക്കാരുടെയും ഒറ്റ സ്വരമായിട്ട് പറയുന്നതാണ്. കാരണം ഈ സംഘടനയ്ക്ക് വേണ്ടി യാതൊരു തരത്തിലും ഒരു നടപടിയോ അല്ലെങ്കിൽ ഒരു കാര്യമോ ചെയ്യാതെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി SNDPയെ ബലി കഴിച്ച ഒരു ജനറൽ സെക്രട്ടറി എന്ന ഒരു ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. അപ്പോൾ അദ്ദേഹം പത്മഭൂഷൺ ലഭിച്ച സമയത്ത് പറഞ്ഞിരുന്നത് മമ്മൂട്ടിക്ക് ഏറ്റവും മികച്ച നടനുള്ള ഒരു സ്ഥാനത്തിനായിരുന്നു ഈ പത്മഭൂഷൺ ലഭിച്ചത്. അപ്പോൾ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന് ഏത് സ്ഥാനത്തിനുള്ളതാണ് ഈ ഒരു പത്മഭൂഷൺ ലഭിച്ചത്? ഈ മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനെയൊക്കെ ഒരേ മുഖത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി കടുത്ത കൈയാണ്. കാരണം ഈ മമ്മൂട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയ്ക്കും നമ്മുടെ മലയാള സിനിമയ്ക്കും ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ സംബന്ധിച്ച ഒരു മഹാനടനാണ്. അദ്ദേഹം വർഷങ്ങളായിട്ട് ഈ മലയാള സിനിമയിലെ താങ്ങി നിർത്തുന്ന ഒരു തൂണിന് സമമാണ്. പക്ഷേ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് ഇനി രണ്ടാമതൊരു സപ്പോർട്ടിംഗ് ആക്ടർ ആയിട്ട് പോലും ആണോ ഇതുപോലെ അദ്ദേഹത്തിന് പത്മ പുരസ്കാരം നൽകിയതെന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം അതുപോലുള്ള അഭിനയമാണ് ഇദ്ദേഹം ഈ ഒരു സംസ്ഥാനത്ത് മുഴുവൻ കാഴ്ചവെക്കുന്നത്. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു കാലയളവിൽ UDFലെ ഏറ്റവും കരുത്തുറ്റ നേതാവായ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയായ VD സതീഷിനെ അത്രയേറെ ക്രൂശിച്ച അല്ലെങ്കിൽ അത്രയേറെ രീതിയിൽ വിമർശിച്ച ഒരു വ്യക്തിയാണ്. എന്നിട്ടും എന്താണ് VD സതീശൻ ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ഒരു മൈക്രോ ഫിനാൻസ് തട്ടിപ്പാവട്ടെ അല്ലെങ്കിൽ ഈ വർഗീയത പടർത്തിയ ഒരു ആരോപണങ്ങളാവട്ടെ, ഇതിലൊന്നും കാര്യമായിട്ടുള്ള നടപടി എടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിലേക്കൊന്നും എന്താണ് അദ്ദേഹം തിരിഞ്ഞു നോക്കാത്തതെന്നാണ് എൻ്റെ സംശയം. അത് എൻ്റെ മാത്രമല്ല, മുഴുവൻ ജനങ്ങളുടെയും സംശയം ഇതാണ്. കാരണം അത്രത്തോളം കോൺഗ്രസിനെയും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടിയെയും അല്ലെങ്കിൽ മതേതരത്വം എന്ന് 100% അല്ലെങ്കിൽ മതേതരത്വം പുലർത്തുന്നു എന്ന് 100% പറയാവുന്ന മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടിയെ പോലും അത്രയേറെ വർഗീയത ചാപ്പ് കുത്തി സംസാരിച്ച വിഷം തുപ്പിയ ഈ ഒരു നേതാവിനെതിരെ എന്തുകൊണ്ട് ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല? എന്തുകൊണ്ടാണ് VD സതീശൻ ഇത്ര സോഫ്റ്റ് കോർണർ അദ്ദേഹത്തോട് കാണിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലാവുന്നില്ല.